മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ഒരു പ്രധാന വിവരം, ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ എത്തിയിരിക്കുന്നു. ചെന്നൈയിൽ നിന്നാണ് രാവിലെ 4:30 ട്രെയിൻ പുറപ്പെട്ടത്. വൈകിട്ട് 4:15 ട്രെയിൻ കോട്ടയത്തെത്തും. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ശബരിമലയിലെ തീർത്ഥാടകർക്ക് സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസമാകുന്ന ഒരു വാർത്ത കൂടിയാണിത്. വലിയ സന്തോഷത്തിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്നുണ്ട്, വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും സ്മിത, ഇപ്പോൾ കേരളത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള, താൽക്കാലികമായിട്ടാണെങ്കിലും അനുവദിക്കപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ ഇതാ ഇപ്പോൾ കേരളം തൊട്ടിരിക്കുന്നു. പാലക്കാട് ഒലവക്കോടുള്ള പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള സ്വീകരണം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിലെ ജീവനക്കാരെ ഷാൾ അണിയിച്ചുകൊണ്ട് BJP പ്രവർത്തകർ തങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആഹ്ലാദം നമുക്ക് ഇവിടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് BJP ജില്ലാ പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കൂടി പോകാം. ഹരിദാസ് ചേട്ടാ, വലിയ സന്തോഷമാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത്? ശബരിമലയിൽ യഥാർത്ഥത്തിൽ 41 ദിവസം വ്രതമെടുത്ത് വളരെ ഭക്തിയോടുകൂടി വരുന്ന ആളുകൾക്ക് ഒരു വിധത്തിലുള്ള സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ അവിടെ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ള വളരെ വലിയ തോതിലുള്ള ഒരു വിഷമകരമായ അവസ്ഥയാണ് ഇന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ 50 പേര് കയറേണ്ട ബസ്സുകളിൽ 150ഉം 200ഉം ആളുകളെ ചവിട്ടിക്കയറ്റി കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. പലർക്കും വരാൻ വേണ്ടി സാധിക്കുന്നില്ല. കേരളത്തിൽ വന്ന് മറ്റ് സ്വാമിമാർ, സംസ്ഥാനത്തുള്ള സ്വാമിമാർ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ സംവിധാനത്തെയും ഒക്കെ തെറി പറയുന്ന അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ടാണ് ചെന്നൈയിൽ നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കാനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഈ തീരുമാനമെടുത്തതിൽ നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും റെയിൽവേ മന്ത്രിക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇതിന്റെ തുടർച്ച എന്നോണം ഈ ട്രെയിൻ ഇനിയും സർവീസ് നടത്തുന്ന സാഹചര്യം ഉണ്ടാവട്ടെ. അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ട്രെയിനുകൾ പുതുവർഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. നേരത്തെ ഇത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റെക്ക് തന്നെയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. ഇതിനോടകം തന്നെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ തന്നെയാണ്. അതാണ് ഇപ്പോൾ 25 വരെ പ്രാഥമികമായി അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ യാത്രക്കാരുണ്ട്, നമുക്ക് കാണാൻ കഴിയും. യാത്രക്കാരൊക്കെ തന്നെ വലിയ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ആദ്യ യാത്ര, അതായത് ശബരിമല തീർത്ഥാടകരെയും കൊണ്ടുള്ള ഒരു യാത്ര എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ട്രെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അനുവദിച്ചിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ എല്ലാ സൗകര്യവും ഈ വന്ദേ ഭാരതിനുമുണ്ട്. 25 വരെയാണ് തൽക്കാലം ഇതിൻ്റെ സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷവും സർവീസുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. പുതുവർഷത്തിൽ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ തിരക്ക്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ഗുണകരമാകുന്ന ഒരു സർവീസ് ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്ന ആളുകൾക്ക് വലിയ സഹായകമാകാൻ പോകുന്ന ഒരു സർവീസ് തന്നെയായിരിക്കും. ശബരിമല തീർത്ഥാടകരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്വാമി, എവിടുന്നാണ് വരുന്നത്? കാട്ട്പാടി ജംഗ്ഷൻ. ഇത് വന്ദേ ഭാരത് ട്രെയിൻ നിങ്ങൾക്ക് ഒരുപാട് गुड. സ്വാമി, എവിടുന്നാണ് വരുന്നത്? नंबर 1 क्वालिटी है, AC अच्छे है, पूरा टोटल अच्छे है, चारा बाగుంది. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ്, സ്വാമിമാരൊക്കെ പങ്കുവയ്ക്കുന്നത് നല്ല അഭിപ്രായമാണ് പറയുന്നത്. ശരിയാണ് നിഖിൽ പറഞ്ഞതുപോലെ തന്നെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഈ ശബരിമല തീർത്ഥാടകരെ കുറിച്ച് പറയുമ്പോൾ അത് കേരളത്തിൽ നിന്ന് മാത്രമുള്ളവരല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള അയ്യപ്പ ഭക്തർ തീർത്ഥാടനത്തിന് എത്തുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിൽ വന്ദേ ഭാരത് അത് അനുവദിക്കുമ്പോൾ അത് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാകുന്നു. BJP അത് വലിയ രാഷ്ട്രീയ നേട്ടമാക്കി ആ രീതിയിലാണ് അവർ കാര്യങ്ങളെ കാണുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ പ്രതികരണങ്ങളിൽ നിന്ന്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി ചേർന്നത്.